നമസ്കാരം. ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫി ആരംഭിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ 2 തവണയും ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര നേടാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ കടുപ്പമാണ് എന്ന് തന്നെ പറയാം. നാട്ടിൽ ന്യൂസിലാൻഡിനോട് ടെസ്റ്റ് പരമ്പര തോറ്റാണ് ഇന്ത്യ ഓസീസിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സമ്മർദ്ദം ഇന്ത്യക്ക് മുന്നിലുണ്ട്. ഇത്തവണ കഴിഞ്ഞ തവണത്തെ തോൽവിക്ക് കണക്ക് വീട്ടാനാണ് ഓസ്ട്രേലിയ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കാര്യങ്ങൾ കടുപ്പമാകും. ഇന്ത്യയുടെ പല താരങ്ങളും മോശം ഫോമിലാണ്. ഇതോടൊപ്പം തന്നെ ആദ്യ മത്സരത്തിന് മുൻപ് പരിക്കും ഇന്ത്യൻ താരങ്ങളെ വേട്ടയാടിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര നേടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നതാണ് വസ്തുത. 4 മത്സരങ്ങൾ ഓസ്ട്രേലിയയിൽ ജയിക്കാതെ ഇന്ത്യക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലും കടക്കാനാകില്ല. അതുകൊണ്ട് തന്നെ വലിയ സമ്മർദ്ദമാണ് ടീമിന് മുന്നിലുള്ളത്. ഇതോടൊപ്പം ചില താരങ്ങളെ സംബന്ധിച്ച് ഓസ്ട്രേലിയൻ പരമ്പര നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ്. ഫ്ലോപ്പായാൽ ഇനിയൊരു തിരിച്ചുവരവ് പോലും പ്രയാസമാകും. ഇത്തരത്തിൽ ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്താകാതിരിക്കാൻ ഓസീസ് പരമ്പരയിൽ തിരഞ്ഞെടുത്ത താരങ്ങൾ ആരൊക്കെയാണെന്നാണ് വിശദമായി നമ്മൾ ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നത്. ഇന്ത്യൻ ടീമിലെ സൂപ്പർ പേസർമാരിൽ ഒരാളായി വളരുന്ന താരമാണ് മുഹമ്മദ് സിറാജ്. തല്ലുകൊള്ളി ബോളറായാണ് തുടങ്ങിയതെങ്കിലും ഏകദിനത്തിലും ടെസ്റ്റിലും മികവ് കാട്ടാൻ സിറാജിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം ഇന്ത്യ നിർണായക പരിഗണന സിറാജിന് നൽകുകയാണ്. മികച്ച റെക്കോർഡും അവകാശപ്പെടാൻ സാധിക്കുന്ന താരമാണ് സിറാജ്. എന്നാൽ സമീപകാലത്തെ താരത്തിന്റെ പ്രകടനം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല. ന്യൂ ബോളിൽ വിക്കറ്റ് വീഴ്ത്താനോ കാര്യമായ ഇമ്പാക്ട് സൃഷ്ടിക്കാനോ സിറാജിന് സാധിക്കുന്നില്ല. മുഹമ്മദ് ഷമി ശക്തമായ തിരിച്ചുവരവിനാണ് തയ്യാറെടുക്കുന്നത്. ആകാശ് ദീപ് മികച്ച പ്രകടനത്തോടെ വളർന്നു വരികയും ചെയ്യുന്നുണ്ട്. മുകേഷ് കുമാറും അവസരം തേടുകയാണ്. ഈ സാഹചര്യത്തിൽ സിറാജിന് ഓസീസ് പരമ്പര നിർണായകവുമാണ്. ഫ്ലോപ്പായാൽ ടീമിന് പുറത്താകാനാണ് സാധ്യത കൂടുതൽ. KL രാഹുലാണ് ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഉള്ളത്. ഇന്ത്യയുടെ സീനിയർ താരമാണ് KL രാഹുൽ. വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കുമൊപ്പം ഇന്ത്യൻ ടീമിൽ സ്ഥാനം ലഭിച്ചിരുന്ന താരമായിരുന്നു ഒരു കാലത്ത് രാഹുൽ. എന്നാൽ സമീപകാലത്തായി രാഹുലിന് താളം കണ്ടെത്താൻ സാധിക്കുന്നില്ല. വളരെ പ്രയാസപ്പെടുന്ന കാര്യമാണ് കാണുന്നത് ഇപ്പോൾ ഇന്ത്യൻ ടീമിനുള്ളിൽ രാഹുൽ. ബാറ്റിംഗ് പ്രകടനം തീർത്തും നിരാശപ്പെടുത്തുന്നതാണ്. മധ്യനിരയിലും ടോപ്പ് ഓർഡറിലുമെല്ലാം രാഹുൽ ഫ്ലോപ്പ് തന്നെയാണ്. ഈ സാഹചര്യത്തിൽ രാഹുലിനും ഓസീസ് പരമ്പര നിർണായകമാണ്. തിളങ്ങാനാകാതെ പോയാൽ യുവതാരങ്ങൾക്കായി വഴിമാറേണ്ടിയും വരും. നിലവിൽ രാഹുലിന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് തന്നെ നിസ്സംശയം പറയാം. ഇന്ത്യ മധ്യനിരയിലേക്ക് വലിയ പ്രതീക്ഷയോടെ കൊണ്ടുവന്ന താരമാണ് സർഫറാസ് ഖാൻ. നാട്ടിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തുന്നുണ്ട് എങ്കിലും സർഫറാസ് ഖാന്റെ വിദേശത്ത് പ്രകടനം എങ്ങനെയാകുമെന്ന് കണ്ടറിയേണ്ടതാണ്. സർഫറാസ് അതിവേഗം റൺസ് ഉയർത്തുന്ന താരമാണ്. പേസിനെയും സ്പിന്നിനെയും ഒരുപോലെ നേരിടാനും സാഹസിക ഷോട്ട് കളിക്കാനും കഴിവുണ്ട്. എന്നാൽ സ്ഥിരതയോടെ കളിക്കാൻ സർഫറാസിന് സാധിക്കുന്നില്ല എന്നതാണ് ആ ഒരു ആക്ഷേപമാണ് ഉള്ളത്. ഈ സാഹചര്യത്തിൽ സർഫറാസിനും കാര്യങ്ങൾ പ്രയാസമാണെന്ന് തന്നെ പറയാം. ഇന്ത്യയുടെ സീനിയർ സ്പിന്നറായ രവീന്ദ്ര ജഡേജയുടെ പകരക്കാരനായ അക്ഷർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറും വളർന്നു വരാൻ തയ്യാറെടുക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ജഡേജയ്ക്ക് കാര്യങ്ങൾ അല്പം പ്രയാസകരമാണ്. മികച്ച പ്രകടനങ്ങൾ നടത്താത്ത പക്ഷം ജഡേജയെ പതിയെ ടീമിൽ നിന്ന് തഴയാനും സാധ്യതയുണ്ട്. നിലവിലെ ജഡേജയുടെ നാട്ടിലെ പ്രകടനങ്ങൾ മികച്ചതാണ്. എന്നാൽ ഓൾറൗണ്ട് ഷോ ഓസീസിൽ കാട്ടാനാകാതെ പോയാൽ ജഡേജയ്ക്ക് പകരക്കാരനെ കൊണ്ടുവരാൻ ഗംഭീർ തയ്യാറായാലും അത്ഭുതപ്പെടാൻ ഇല്ല.